ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ മൊബൈൽ ഫോൺ കോൾ റെക്കോർഡ് പരിശോധന പൂർത്തിയായി. പ്രാഥമിക പരിശോധനയിൽ ആക്രമണത്തിന് പിന്നിൽ മുൻകൂട്ടിയുള്ള ഗൂഢാലോചന നടന്നതിന് നിലവിൽ വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ലോക്കൽ പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളുടെ ഫോണുകളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി തലത്തിലുള്ള നേതാക്കളുടെ കോളുകൾ മാത്രമാണ് കണ്ടെത്താനായത്. എന്നാൽ ഇത് ED റെയ്ഡിനെതിരെയുള്ള സാധാരണ സമരത്തിന് പ്രവർത്തകരോട് എത്താൻ ആവശ്യപ്പെട്ടുള്ള കോളുകൾ മാത്രമായിരുന്നു എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. നേതാക്കളുടെ കോളുകളിൽ അക്രമത്തിനുള്ള ആഹ്വാനം അടങ്ങിയിട്ടുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്താൻ പ്രതികളുടെ ഫോണുകൾ വരും ദിവസങ്ങളിൽ സമഗ്ര സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിനായുള്ള ആദ്യഘട്ട നടപടിയായ ഫോണുകളുടെ ഹാഷ് വാല്യൂ സെറ്റ് ചെയ്യുന്ന പ്രക്രിയ പോലീസ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഫോറൻസിക് പരിശോധനയിലൂടെ ഫോണുകളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഡിലീറ്റ് ചെയ്യപ്പെട്ട വാട്സപ്പ് സന്ദേശങ്ങളോ വോയിസ് ക്ലിപ്പുകളോ ഗ്രൂപ്പിലെ അക്രമ ആഹ്വാനങ്ങളോ ഉണ്ടെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ED ഉദ്യോഗസ്ഥരെ ക്രൂരമായി കയ്യേറ്റം ചെയ്ത കേസിൽ 20-ലധികം പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. റെയ്ഡിനെത്തിയ കേന്ദ്ര ഏജൻസിയുടെ വാഹനം തല്ലിത്തകർക്കാൻ നേതൃത്വം നൽകിയ പ്രധാനികളായ 3 പ്രതികളെയും ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർക്കായുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഫോറൻസിക് ഫലം പുറത്തുവരുന്നതോടെ കേസിൽ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുമോ എന്ന കാര്യം വ്യക്തമാകും.